ഭർത്താവിനോട് പറയും കുട്ടികളൊന്നും വേണ്ടടാ, കുട്ടികളുണ്ടായി കഴിഞ്ഞാൽ ഭയങ്കര ചിലവാണ്. പക്ഷെ പെൺകുട്ടി അതിൻ്റെ പേരിൽ കുറേ അനുഭവിച്ചിട്ടുണ്ട്. ഈ കുട്ടി പെൺകുട്ടി അതിൻ്റെ പേരിലോ ഈ ഉമ്മ മോൻക്ക് ഓരോന്ന് പറഞ്ഞു കൊടുക്കും. അതായത് പെൺകുട്ടീനടാ, പെൺകുട്ടികൾ ഐശ്വര്യക്കേടാണ്, വേണ്ട, അങ്ങനെ കുറേ അമ്മ. ഇവർക്ക് ഒരു മോളും ഒരു മകനുമാണ്. എൻ്റെ ഹസ്ബൻഡ് ഒരു മോൾ. ആ മോളെ പുറത്താക്കി. അത് എല്ലാവരോടും ചോദിച്ചറിയാം. ഇപ്പോൾ കേസൊക്കെ ആയ പ്രശ്നമാണ്. അതെന്തുകൊണ്ടാണ്? പെണ്ണായോണ്ടാണ് പുറത്താക്കി. എൻ്റെ പേര് സഫാന. എന്നെ കല്യാണം കഴിച്ചു കൊണ്ടുവന്ന വീടാണിത്. അപ്പോൾ എനിക്ക് ജോലി ഉണ്ടായിരുന്നു. ഞാൻ ദുബായിൽ സ്ഥിരമായിട്ട് ജോലി ചെയ്തിരുന്ന ആളാണ്. ഹസ്ബൻഡ് അവിടെ തന്നെയായിരുന്നു സ്ഥിരതാമസം. അപ്പോൾ ഞങ്ങൾ വെക്കേഷന് വന്നിരുന്ന വീടാണ്, മാസം വന്നിരുന്ന വീടാണ്. അപ്പോൾ കല്യാണം പ്രഗ്നൻ്റ് ആയതിനു ശേഷമാണ് എനിക്ക് ജോലി റിസൈൻ ചെയ്യേണ്ടി വന്നു. ജോലി റിസൈൻ ചെയ്തതിന് ശേഷം ഞാൻ പിന്നെ നാട്ടിൽ സ്ഥിരം തന്നെയാണ്. അപ്പോൾ നാട്ടിൽ ഇവിടെ നിൽക്കുന്നതിൽ അമ്മായിമ്മയ്ക്കും അമ്മായിമ്മയുടെ ആങ്ങളക്കും അമ്മായിമ്മയുടെ ഉമ്മയുണ്ട്. അവർക്കൊന്നും ഇഷ്ടമല്ല, എന്നോട് നിൽക്കുന്നതിൽ ഇഷ്ടമല്ലാത്തതിൻ്റെ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സ്ത്രീധനം കുറഞ്ഞു പോയി. പിന്നെ അങ്ങനത്തെ മാനസികമായിട്ടുള്ള പീഡനം എനിക്ക് എപ്പോഴും ഇവിടെ ഉണ്ടായിട്ടുണ്ട്. പെൺകുഞ്ഞായി പോയതിൻ്റെ പേരിൽ എന്തൊക്കെയോ ഉണ്ടാവുന്നത് ഇവർക്ക് ഇഷ്ടമല്ലായിരുന്നു. അമ്മായിമ്മയ്ക്ക് എപ്പോഴും എൻ്റെ ഭർത്താവിനോട് പറയും കുട്ടികളൊന്നും വേണ്ടടാ, കുട്ടികളുണ്ടായി കഴിഞ്ഞാൽ ഭയങ്കര ചിലവാണ്. പക്ഷെ പെൺകുട്ടി അതിൻ്റെ പേരിൽ കുറേ അനുഭവിച്ചിട്ടുണ്ട്. ഈ കുട്ടി പെൺകുട്ടി അതിൻ്റെ പേരിലോ ഈ ഉമ്മ മോൻക്ക് ഓരോന്ന് പറഞ്ഞു കൊടുക്കും. അതായത് പെൺകുട്ടീനടാ, പെൺകുട്ടികൾ ഐശ്വര്യക്കേടാണ്, വേണ്ട, അങ്ങനെ കുറേ ഞാൻ സഹിച്ചിട്ടുണ്ട്. അപ്പോൾ ഹസ്ബൻഡിന് ഓരോന്ന് പറഞ്ഞു കൊടുത്തിട്ട് ഹസ്ബൻഡിന് ഇതാക്കാണ്, പ്രഷർ കൊടുക്കണം ഹസ്ബൻഡിന്. അങ്ങനെ ഇവിടെ ഞാനും മോനും ഇവിടെ നിൽക്കലെയാണ് ഞങ്ങളെ പുറത്താക്കിയത്. അപ്പോൾ എനിക്ക് ഈ പെൺകുട്ടീനായിട്ട് 1.5 വയസ്സുള്ള കുട്ടീനായിട്ട് ഞാൻ എവിടെ പോകാനാണ് ചേട്ടാ? എനിക്ക് എവിടെയും പോകാൻ പറ്റില്ല. അപ്പോൾ ഞാനുണ്ടാക്കി ഇവരുടെ അമ്മായിമ്മയുടെ ആങ്ങളാണ്, മൂത്ത ആങ്ങൾ അവിടെയാണ്, ഗഫൂർ മാമാൻ്റെ പേര്. ഇളയ ആങ്ങൾ അവിടെയുണ്ട്. അപ്പോൾ ഇവരോടൊക്കെ സംസാരിക്കാൻ ചെല്ലുമ്പോൾ ഇവർ വീടും പൂട്ടി കുടുംബമായിട്ട് മുങ്ങുകയാണ് ചെയ്യുക. ഇവരാരും മുൻപന്തിയിലോട്ട് വരില്ല. എന്തൊരു പ്രശ്നം ഉണ്ടായാലും അതിനെല്ലാം സൊല്യൂഷൻ ഉണ്ട്, വന്ന് സംസാരിച്ച് തീർക്കണം. ഇവരാരും മുൻപന്തിയിലോട്ട് വരില്ല. അമ്മായിമ്മയും വരില്ല, ഹസ്ബൻഡും വരില്ല, ആരും വരില്ല. ഈ പ്രശ്നം സോൾവ് ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ കേസ് കൊടുത്തു. ഹസ്ബൻഡ് എന്താ പറയണേ? ഹസ്ബൻഡ് ഉമ്മ പറയുന്നത് മാത്രമേ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടിട്ടും പുള്ളി ഒന്നും പറഞ്ഞില്ല. ഇല്ല, പുള്ളിനെ വെച്ചിട്ടാണ് അമ്മായിമ്മ ചെയ്യുന്നത്. പോലീസ് കേസ് കൊടുത്തായിരുന്നോ? കൊടുത്തു. അപ്പൊ എന്താ അവരെന്താ പറയണേ? പോലീസിൽ ഞാനിവിടെ പരാതി കൊടുത്തപ്പോൾ അവർ പറഞ്ഞെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് സിവിൽ കേസ് ആയതുകൊണ്ട് അവർക്കൊരു ഫാമിലി കേസ് അവരെന്തായാലും ഇടപെടും. പക്ഷെ അവർക്ക് കൂടുതൽ പറയാനൊന്നും പറ്റില്ല. അവർ വിളിച്ചിട്ട് നിങ്ങൾക്ക് കയറ്റാൻ പറ്റുമോ എന്ന് ചോദിക്കും. കയറ്റാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കേസായിട്ട് പോകേണ്ടി വരും, ഇത് ഫാമിലി ഇഷ്യൂ ആണ്, അപ്പം നിങ്ങൾ കേസായിട്ട് പോകുന്നതായിരിക്കും നല്ല. പലതവണ ഇവരെ വിളിക്കുകയും ചെയ്തു. ഇവർ വിളിക്കുമ്പോൾ ഒരു ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കണം കേട്ടോ. ഫസ്റ്റ് എടുക്കും, പിന്നെ പോലീസ് സ്റ്റേഷനിലാണെന്ന് അറിയുമ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കും. അവരുടെ ആവശ്യം ഡിവോഴ്സ് വേണമെന്നാണോ അതോ വേറെ കല്യാണം കഴിപ്പിക്കണമെന്നാണോ? അമ്മായിമ്മ എന്നോട് പല തവണ പറഞ്ഞിട്ടുണ്ട്, നിന്നെയും എൻ്റെ മോനെ ഞാൻ പൊറപ്പിക്കൂല, ഞാൻ അവനെ കൊണ്ട് നിന്നെ ഡിവോഴ്സ് ചെയ്യിപ്പിക്കും, അങ്ങനെ പലതും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവരാണ് എല്ലാ പ്രശ്നവും ഉണ്ടാക്കുന്നത്. ഇതാണ് അമ്മായിമ്മ. മാനസികമായിട്ടുള്ള ശാരീരികമായിട്ട് ഉപദ്രവം അങ്ങനെ ഉണ്ടായിരുന്ന ഉണ്ട്. അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു, ദുബായിൽ വെച്ചിട്ട് ഞാൻ വിസിറ്റിങ്ങിന് പോയപ്പോൾ ഉണ്ടായിരുന്നു. അതായത് അങ്ങനെയല്ലേ ചേട്ടാ, ഈ ഉമ്മ വിളിച്ച് പറയും അവിടെ നിർത്തരുതടാ, അങ്ങനെ ആക്കരുതടാ, അവളെ വേഗം പറഞ്ഞേക്കാൻ. ഹസ്ബൻഡിന് പ്രഷർ വരാണ്. പ്രഷർ വരുമ്പോൾ മൂപ്പര് അങ്ങനെ പെട്ടെന്ന് ഒരു ഉപദ്രവം അങ്ങനെ കാര്യങ്ങളൊക്കെ ഉള്ളത്. പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ ഉമ്മയാണ് ഭയങ്കര പ്രശ്നം. ഉമ്മ എന്ന് പറയുന്നത് എന്നെ കുറിച്ചിനെ ഇവിടെ നിർത്തിയില്ല, ഹസ്ബൻഡിൻ്റെ അടുത്തും നിർത്തില്ല. അതിന് ഞങ്ങൾക്കൊരു ജീവിതം തരില്ല. ഡിവോഴ്സ് ആയിട്ടില്ല. ഇല്ല, ഞങ്ങൾ നിയമപരമായി ഡിവോഴ്സ്ഡ് അല്ല. ഞാൻ അദ്ദേഹത്തിന്റെ വൈഫാണ്. അപ്പൊ എന്താണ് തീരുമാനം? വീട്ടിൽ കയറാനാണോ? എനിക്ക് വീട്ടിൽ കയറാൻ എനിക്ക് ഓർഡർ കിട്ടി ചേട്ടാ. ഞാൻ ഒരു മാസം കൊണ്ട് കോടതി പോയി കുട്ടീനായിട്ട് കഷ്ടപ്പെട്ട് ഞാൻ ഈ ഓർഡർ വാങ്ങിയത് വീട്ടിൽ കയറാൻ. കാരണം എൻ്റെ മോൾക്ക് അവകാശപ്പെട്ട വീടാണ്. അതെ, അവൾക്ക് അവകാശപ്പെട്ട വീടാണ്. ഈ വീട്ടിൽ ആളുണ്ടോ? താമസമുണ്ടോ? ഈ വീട്ടില് ഞാനും മോളും വരാണ്ടിരിക്കാൻ വേണ്ടി ഇവർ വീട് പൂട്ടിയിട്ട് മറ്റുള്ള ബന്ധുക്കളെ വീട്ടിൽ പോയി നിൽക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ ആളുണ്ടോന്ന് എനിക്കറിയില്ല. ഇവര് വീട് പൂട്ടി നിൽക്കണേന്നാണ് ഞാൻ അറിഞ്ഞിരിക്കുന്നത്. എന്തായാലും കയറാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഞാൻ കയറും ചേട്ടാ, എനിക്ക് വേറെ നിവർത്തിയില്ല. കാരണം ഞാൻ എവിടെ പോയി നിൽക്കുകയാണ്? ഈ കുട്ടീനായിട്ട് കൊച്ചുകുട്ടീനായിട്ട് എൻ്റെ ഹസ്ബൻഡിന്റെ എന്താ പറയാ ഹസ്ബൻഡിൻ്റെയാണ് പറമ്പും വീടൊക്കെ. അപ്പം എൻ്റെ മോൾക്ക് അവകാശപ്പെട്ടാണ്, എനിക്കും അവകാശപ്പെട്ടാണ്. അപ്പോൾ പിന്നെ ഞങ്ങളെ പുറത്താക്കാൻ എന്തിൻ്റെ പേരിൽ അവർ പുറത്താക്കണേ? ഒരു കാരണം വേണ്ടേ ചേട്ടാ? പുറത്താക്കണേനൊക്കെ ഒരു അമ്മായിമ്മ. ഇവർക്ക് ഒരു മോളും ഒരു മകനുമാണ്. എൻ്റെ ഹസ്ബൻഡ് ഒരു ആ മോളെ പുറത്താക്കി. അത് എല്ലാവരോടും ചോദിച്ചറിയാം. ഇപ്പോൾ കേസൊക്കെ ആയ പ്രശ്നമാണ്. അതെന്തുകൊണ്ടാണ്? പെണ്ണായോണ്ടാണ് പുറത്താക്കിയത്. പെൺകുട്ടികൾ ഇഷ്ടമല്ല. എന്തായാലും ഇന്ന് കയറാൻ പോവാണ്. ഇന്ന് കയറും, ഞാൻ എന്തായാലും കയറും. കുറച്ചു മുമ്പ് പറഞ്ഞല്ലോ ആരോ വരുന്നുണ്ട്. ആരാ വരുന്നേ? വാപ്പയാണ് വരുന്നത്. അപ്പൊ നിങ്ങളുടെ വാപ്പയാണോ വരുന്നേ? അല്ല, ഹസ്ബൻഡിന്റെ വാപ്പ.
ഹസ്ബൻഡിന്റെ വാപ്പ, അതായത് ഇവരുടെ ഹസ്ബൻഡ് അല്ലേ ഇപ്പൊ പുള്ളിക്കാരി? അത് എൻ്റെ ഹസ്ബൻഡിന്റെ വാപ്പ, അപ്പൊ ഈ വീട്ടിലെ അമ്മയുടെ ഭർത്താവ്. ഭർത്താവ് ഇപ്പൊ ഒരു ഡിവോഴ്സ്ഡ് ആണ്. ഓ, ഡിവോഴ്സ്ഡ് ആണ് അവരും? ഡിവോഴ്സ്ഡ് ആണ്. ഓ, അപ്പൊ പുള്ളിയാണ് നിങ്ങൾക്ക് സപ്പോർട്ട് ഉള്ളത്? എന്നെ സഹായിച്ചത് എൻ്റെ ഉപ്പ തന്നെയാണ് ഈ എല്ലാ കാര്യത്തിനും. എന്നെ എന്താ പറയാ, എനിക്ക് ഇത്രയും ഹെൽപ്പ് ഇവിടെ വേറെ ആരും ചെയ്തു തന്നിട്ടില്ല, എൻ്റെ ഉപ്പ തന്നെയാണ് ചെയ്തു തന്നിട്ടുള്ളത്. അപ്പോൾ ആ ഉപ്പ എൻ്റെ കൂടെ നിൽക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കി കൂടെ എന്തായിരിക്കും. മകളെ പുറത്താക്കിയപ്പോഴും ഇവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡും കൂടിയിട്ടുണ്ട് പെങ്ങളെ പുറത്താക്കാൻ നിൽക്കണം. എൻ്റെ ഈ ഉപ്പാണ് സഹായിച്ചു കൊടുത്തിട്ടുള്ളത് പെങ്ങൾക്കും. അപ്പം ഇപ്പൊ എനിക്ക് ഉപ്പ തന്നെ ഉള്ളൂ. അപ്പൊ ഉപ്പ എൻ്റെ കൂടെ നിൽക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ആരാണ് ഇവിടെ തെറ്റുകാരെന്ന് മനസ്സിലാവും.